ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. നമ്മുടെ +2 റിസൾട്ട് വന്ന ശേഷം ഒരുപാട് കുട്ടികൾക്ക് സംശയമാണ്, ഞാൻ പാസ്സായോ, ഞാൻ ഫെയിൽഡ് ആയോ എന്നുള്ളത്. നമ്മുടെ സേ എക്സാമിൻ്റെ ഡേറ്റ് വരെ വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി ടൈം ഒന്നും കളയാതെ സേ എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യാനുള്ള 1 മന്ത് കഷ്ടിയാണ്. ജൂൺ 12-നാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണിത്. സേ ബാച്ച്, അതായത് നമ്മൾ 2024-ലെ എജുവാലിറ്റി സേ ബാച്ച് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ക്ലാസ്സസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് ഒരു ട്രയൽ ക്ലാസ് ആണ് ഈവനിങ് സെക്ഷനിൽ. നമ്മുടെ ക്ലാസ്സിനെ പറ്റി നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നാളെ മുതൽ ഓൺവേർഡ്സ് ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. എല്ലാ സബ്ജക്ട് വൈസ് ക്ലാസ്, 1 hour ക്ലാസ്, ഡെയിലി ക്ലാസ്സസ് ഉണ്ടായിരിക്കും. 1 hour എന്നുള്ളത് നമുക്ക് കൂടും കുറയൊക്കെ ചെയ്യൂട്ടാം. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ടോപ്പിക്കിനനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, എങ്ങനെയാണ് നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും സേ ആണോ, അതായത് ഇംപ്രൂവ്മെന്റ് ആണോ എഴുതേണ്ടത്, സേ ആണോ എഴുതേണ്ടത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴും സംശയമുള്ള കുട്ടികളോട് പറയാനായിട്ടുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ +2 എക്സാമിൻ്റെ ടി മാർക്കാണ് നോക്കുക. ടി മാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ തിയറി എക്സാമിനേഷൻ മാർക്കാണ് നോക്കുക. അത് +1 നോക്കും, +2 നോക്കും. +1ഉം +2ഉം കൂടിയിട്ട് ക്ലബ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട് മാർക്ക് ഉണ്ടാവുക. അതായത് ഒരു ഔട്ടർ എമൗണ്ട് കോളത്തിൽ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവുക. ഇത് +1 ഇപ്പോൾ സബ്ജക്റ്റുകൾക്ക് വ്യത്യാസമുണ്ട്. 60 മാർക്കും 80 മാർക്കിലുമാണ് നമുക്ക് തിയറി എക്സാം വരിക. അതിൽ സി മാർക്കും പ്രാക്ടിക്കൽസും ഒന്നും ഇല്ലാതെ 60 മാർക്കിലാണ് എങ്കിൽ ഇപ്പോൾ +1ഉം +2ഉം കൂടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരിക്കണം? 60-ൽ 36 മാർക്ക് ഉണ്ടായിരിക്കണം. 80-ലാണ് എങ്കിൽ +1ഉം +2ഉം കൂട്ടിയിട്ട് നിങ്ങൾക്ക് 48 മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം. ഈ 36ഉം 48 മാർക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ ഫെയിൽഡ് ആണ്. നിങ്ങൾക്ക് സേ എക്സാം മാത്രമേ എഴുതാൻ സാധിക്കുള്ളൂ. ഓക്കെ, സേ എക്സാം മാത്രമാണ്. ഇപ്പോൾ ഇതില്ല എങ്കിൽ നിങ്ങൾ എന്താണ്? ഫെയിൽഡ് സ്റ്റുഡൻ്റ് ആണ്. നിങ്ങൾക്ക് അപ്പോൾ ഇംപ്രൂവ്മെന്റ് എഴുതാൻ സാധിക്കില്ല. ആ ഒരു സബ്ജക്റ്റ് സേ വേണം എഴുതാൻ. സേ പരീക്ഷ, സേ എക്സാം വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഇനി വേറൊരു കാര്യം, ഇനി വേറൊരു സംശയമുള്ളതാണ് നിങ്ങൾക്ക്. ഇപ്പോൾ +1-ലെ സബ്ജക്റ്റിൽ എനിക്കൊരു 20 മാർക്ക് കിട്ടി, +2-ലെ എനിക്കൊരു 24 മാർക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടലായിട്ട് അവിടെ ഇപ്പോൾ 80-ലുള്ള മാർക്കാണ് പറയണേ, ടോട്ടലായിട്ട് നിങ്ങൾക്കൊരു 44 മാർക്കാണ്. പക്ഷെ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി 48 ആണ്. അപ്പോൾ 4 മാർക്ക് നിങ്ങൾക്ക് അവിടെ ഫെയിൽഡായി, 4 മാർക്കിന്. അപ്പോൾ സേ എക്സാം എഴുതുമ്പോൾ ഇതിൽ ഏത് മാർക്കാണ് കൺസിഡർ ചെയ്യുക? സേ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ എഴുതുന്നത് +2-ലെ സബ്ജക്റ്റിൽ എഴുതുന്നത് +2-ലെ ടെക്സ്റ്റ് ബുക്കും പഠിച്ച് +2-ലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൊണ്ട് തന്നെ +2-ലെ മാർക്ക് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യാതെ +1-ലെ മാർക്കാണ് അവിടെ ഫിക്സ്ഡ് ആയിട്ടിരിക്കുക. ഓക്കെ, ആ 20 മാർക്കാണ് നമുക്ക് അവിടെ എപ്പോഴും ഫിക്സ്ഡ്. അപ്പോൾ നിങ്ങൾക്ക് സേ എക്സാം എഴുതി കഴിഞ്ഞാൽ 20 മാർക്ക് നിങ്ങൾക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ഇവിടെ ഇരിക്കും. ബാക്കി 24 മാർക്ക് അവിടെ ഇല്ല കേട്ടോ. നിങ്ങൾ എക്സാം എഴുതിയിട്ട് 28 മാർക്കെങ്കിലും ഒപ്പിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്രയും 48-ൽ 48 ആയി പാസ് മാർക്ക്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ +1-ലെ മാർക്ക് മാത്രമാണ് സേ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു സേ എക്സാം മാത്രം എഴുതുമ്പോൾ നിങ്ങൾ ആ ഒരു +1-ലെ മാർക്ക് മാത്രം നിങ്ങളുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇത്ര മാർക്ക് കൂടി ഞാൻ പഠിച്ച് വാങ്ങണമെന്ന് നിങ്ങൾ വിചാരിക്കാം. ഇപ്പോൾ ഈ ഒരു കുട്ടീനെ സംബന്ധിച്ച് എനിക്ക് 20 മാർക്കുള്ളൂ, എനിക്ക് 48 വേണം പാസ്സാകും. അപ്പോൾ ബാക്കി 28 മാർക്ക് ഞാൻ ഈ ഒരു സേ എക്സാമിൽ വാങ്ങണം. അതിനെനിക്ക് പഠിക്കണം. അതിന് ഓരോ സബ്ജക്റ്റിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഫെയിൽഡ് ആയ സ്റ്റുഡൻസ് ആണ്, കൂടെയുള്ളവരെല്ലാം പാസ്സായിട്ടുണ്ടാവാം, ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം ചോദിക്കുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു മെന്റാലിറ്റിയിൽ ഏത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ടാവില്ല, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവില്ല, പാരൻസ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാം, എജുവാലിറ്റിനോടൊപ്പം വരാം. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേ ബാച്ച് ഒരുക്കുന്നത് ഡെയിലി ലൈവ് ക്ലാസ് ആയിരിക്കും. ആ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡും ആയിരിക്കും. ടൈമിന് കയറിയില്ല എങ്കിലും നിങ്ങൾക്ക് പിന്നീട് എപ്പോൾ വേണമെങ്കിലും ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ആ ലിങ്ക് നിങ്ങൾക്ക് പെയ്ഡ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ അഡ്മിഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഇപ്പോൾ ഇന്ന് ക്ലാസ് എടുത്താൽ അത് നിങ്ങൾ എക്കണോമിക്സ് ഗ്രൂപ്പിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ സേവ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലൈവ് ക്ലാസ്സസ് ആണ് ഉണ്ടാവുക. നമ്മൾ നിങ്ങൾക്ക് തരുന്ന ക്ലാസ് എങ്ങനെയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പാഠത്തിലും എക്സാമിന് വരുന്ന ഇമ്പോർട്ടൻസ് മാത്രം, എല്ലാം വലിച്ചു വാരി പഠിപ്പിക്കില്ല. കാരണം നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് തോറ്റ കുട്ടികളാണ്, അല്ലെ, ഫെയിൽഡ് സ്റ്റുഡൻസ് ആണ്. എന്ന് വെച്ചാൽ ഫെയിൽഡ് സ്റ്റുഡൻസ് അല്ല ജസ്റ്റ് പാസ്സാക്കാനുള്ള ക്ലാസ് അല്ല നമ്മൾ എടുക്കുക. കഴിഞ്ഞ വർഷം ഡി ഗ്രേഡിൽ നിന്ന് A+, A, B+ വരെയാണ് നമുക്ക് കുട്ടികൾക്ക് കിട്ടിയിരുന്നത്. അതായത് ഫെയിൽഡ് കുട്ടികൾ A+ഉം Aയും B+ വരെ വാങ്ങിയിട്ടുണ്ട്. കാരണം എന്താണ്, ഇതിന്റെ കൂടെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്ന കുട്ടികളും ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് അത്? നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് ആദ്യം ചാപ്റ്റർ വൈസ് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്യും. എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും എക്സാം ഓറിയന്റഡ് നോക്കും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് ആലോചിക്കാം. നമുക്കിപ്പോൾ ഓരോ കുട്ടികളുടെയും മാർക്കുകൾ നമുക്കറിയാലോ. അപ്പോൾ ആ മാർക്ക് താങ്ങാൻ പറ്റാവുന്ന കുട്ടികൾക്ക് ആ ഒരു രീതിയിലായിരിക്കും ക്ലാസ്. ഷോർട്ട് നോട്ടുകൾ ഉണ്ടായിരിക്കും, റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ക്ലാസ് മിസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ക്ലാസ് മിസ് ചെയ്ത് നിങ്ങളുടെ അത്രയും ടൈം പോകും. നമുക്ക് ലൈവായിട്ട് യൂട്യൂബ് ലൈവ് സ്ട്രീം ആയിട്ടായിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക. ഡെയിലി ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. നിങ്ങൾക്കത് ടൈം
ഇല്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ടും അവൈലബിൾ ആണ്. നമ്മൾ എന്താ പറയുക ഡെയിലി ക്ലാസ്സസ് ആണ്. നമ്മൾ ഇന്ന് മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 1 വീക്കിനുള്ളിൽ ഇനിയും ചേരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 1 വീക്കിനുള്ളിൽ ചേരാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു 1 വീക്കിൽ നമ്മൾ അത്യാവശ്യം ക്ലാസ്സസ് എടുത്ത് തീരും. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ടൈം എന്താ പറയുക കവർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങളിങ്ങനെ ഇരുന്ന് എന്താ പഠിക്കുക എന്നുള്ള സംശയത്തിലായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് മുതൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെയിലി എന്താ പഠിക്കുക എന്നുള്ളത് സംശയം മാറ്റി അത് പഠിച്ചാൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം, ജോയിൻ ചെയ്യണം, നമുക്ക് ജയിക്കണം, നല്ല മാർക്ക് വാങ്ങണം എന്നുള്ളവർ എന്ത് ചെയ്യുക, മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. കൊമേഴ്സ് ബാച്ചുകാരുടെ ഫോൺ നമ്പറാണ് 7907664612. ഇതാണ് കൊമേഴ്സ് ബാച്ചിലെ മിസ്സിന്റെ നമ്പറാണ്. ഇതിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറയും. നിങ്ങൾ ഫെയിൽ ആണോ, എക്സാം എഴുതണോ, റിസൾട്ട് വരുമോ, ഇങ്ങനെയാണല്ലോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. ദെൻ സയൻസ് ബാച്ചിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് വേറൊരു നമ്പർ ഉണ്ട് 9895451912. ഇത് സയൻസ് ബാച്ചിലെ കുട്ടികളുടെ നമ്പറാണ്. അപ്പോൾ കൊമേഴ്സ് ബാച്ചിലെ സ്റ്റുഡൻസ് ഈ നമ്പറിൽ വേണം കോൺടാക്ട് ചെയ്യാനായിട്ട്. ഡീറ്റെയിൽസ് മിസ്സായി പറഞ്ഞു തരാം. ഇന്ന് ട്രയൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. സമയം കളയാതെ എത്രയും വേഗം ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ ഡിയർ സ്റ്റുഡൻറ്റ്, താങ്ക് യു സോ മച്ച്.